ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാനൊരു മിനി വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗുഡ് ആണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി, ബാഡ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട. ഓക്കെ, എനിക്ക് സങ്കടമാവില്ല ഇത്. അപ്പം എനിക്ക് എന്തായാലും വൈകിട്ട് അതായത് നൈറ്റിന് ഷിഫ്റ്റിന് കയറണം, ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ യൂണിഫോം കാര്യങ്ങളെല്ലാം കയ്യിലെടുക്കുന്നുണ്ട്. ഈ കറക്കെല്ലാം കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഈ ഫ്ലവർ ഷോ ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം പുള്ളിക്കാരിക്ക് പോകണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെ പോകുന്നതാട്ടോ. ഇപ്പോൾ നമ്മുടെ കണ്ടെയ്നർ റോഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു റോഡിൽ കൂടെ പോകുന്നത് എൻ്റെ ചേച്ചിക്ക് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ കൂടെ പോകുമ്പോഴത്തേനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം വലിയൊരു റോഡ്, നല്ല ഭംഗി, ആൻഡ് ഇത് എൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയതാണ്. പക്ഷെ ഇപ്പം അത്രയ്ക്കൊന്നുമില്ല, കാരണം നമുക്ക് ഷോപ്പുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരം എല്ലാ ആഴ്ചയും ഇങ്ങനെ ബ്രോഡ്വേയിലേക്ക് ഈ വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊച്ചി മറൈൻ ഡ്രൈവ് എത്താറായി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഒന്നും തന്നെ ഇല്ല. അവിടുത്തെ പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. പിന്നെ റോഡ് സൈഡിലാണെന്ന് ചോദിച്ചപ്പം അവിടെ ഒന്നും എല്ലാം നോ പാർക്കിംഗ് ആണ്. പിന്നെ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ പകുതി തൊട്ടിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ തുടങ്ങിയത്. ആൻഡ് ജനുവരി 1 വരെ ഉള്ളൂ. അപ്പം ഡിസംബർ 31 ഞങ്ങളിത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ന്യൂ ഇയറിൻ്റെ. അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ട ഒരാവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തൊരു സ്ഥലത്ത് കാറിട്ടിട്ട് ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നടന്നാട്ടോ പോയേ. ഞങ്ങൾ പിന്നെ നേരത്തെ തിരിച്ചു പോരണമെന്നുള്ളതുകൊണ്ട് ഉച്ചയ്ക്കാണ് ഇറങ്ങി. അതുകൊണ്ട് തന്നെ സൂര്യൻ എന്താ അവിടെ നിന്ന് കത്തുവാണ്. എൻ്റെ അമ്മ വെയിലടിച്ചിട്ട് പൊള്ളുമായിരുന്നു. ഇവിടുത്തെ വെയിലറിയാലോ, ഒട്ടുക്കത്തെ വെയിൽ. അതുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പിന്നെ ഫ്ലവർ ഷോക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇങ്ങനെ കവേർഡായിട്ടുള്ള ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതാണ് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 40ാമത്തെ ഫ്ലവർ ഷോയിലേക്ക് എത്തി. സോ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഷ്പങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് അഡൾട്ട്സിന് 100 റുപ്പീസും ചിൽഡ്രൻസിന് 50 റുപ്പീസുമാണ്. എൻട്രൻസിൽ ഇതുപോലെ കുറച്ച് രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. രൂപങ്ങൾ ഇൻ ദ സെൻസ് ഒരു കുടിലിൻ്റെ ഷേപ്പ്, പിന്നെ വള്ളം, അതുപോലെ കിണർ, അമ്പലത്തിൻ്റെ പോലത്തെ ഒരു സംഭവം, അതെല്ലാം നല്ല ഫ്ലവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു കേക്കിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ ടോപ്പിൽ കാണുന്ന 2 ലെയർ ഡേറ്റ്സ് ആട്ടോ. പിന്നെ ഓറഞ്ചും അനാറൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അവസാനത്തെ ഡേ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു മയിലിനെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി കണ്ടോ. ഫുൾ ആ ഒരു ഓർക്കിഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ആ ഒരു പീകോക്കിൻ്റെ പീലി സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളുടെ ഡോറ ബുജ്ജിയും കുറുനരിനെയും അതുപോലെ ചുക്കീനെയും മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു, ചോട്ടാ ഭീം, പുള്ളീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഓർക്കിഡ് പുഷ്പങ്ങളാണ് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഓർക്കിഡിൻ്റെ തന്നെ പല ടൈപ്പ് കളേഴ്സ്. പിന്നെ ഈ പൂവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ പൂവിൻ്റെ പിന്നാലെ ഒന്നും പോകാറില്ല. അമ്മ ഉണ്ടാക്കുന്ന പൂക്കളൊക്കെ വീഡിയോ എടുക്കാനാണ് ഞാൻ ചെല്ലാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ കണ്ടിങ്ങനെ നടക്കാം നമ്മൾക്ക്. അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ്, മെയിൻലി ഓർക്കിഡ് ആണെന്നാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ബോൺസായി പ്ലാന്റ്സ്, 45 വർഷം കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ബോൺസായി ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വലിയ ചട്ടിക്കകത്ത് കുറേ ആന്തൂര്യം, അതിൻ്റെ പല കളേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു യെല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു യെല്ലോയും റെഡും കളർ കോമ്പിനേഷനിൽ അവർ കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരിഞ്ഞെന്ന് പറഞ്ഞത് ഇതാട്ടോ, കുറച്ച് ചെടികളൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ട്. കുഴപ്പമില്ല, അവസാനത്തെ ദിവസമാണല്ലോ. സെക്കൻഡ് ഡേ തൊട്ട്, അതായത് ജനുവരി 2 ഇവരിതെല്ലാം സെയിൽ ചെയ്യുന്നതാണ് ഫ്ലവേഴ്സ്. പിന്നെ ഈ ഫ്ലവറിൻ്റെ പേര് എനിക്കറിയില്ലെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല യെല്ലോവും അതുപോലെ വൈറ്റും കളറും മിക്സ് ചെയ്തിട്ട്, പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക് പോലത്തെ കളറും കൂടി ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഇവർ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പല ഷേപ്സിൽ ഇവർ ഈ ചെടികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കില്ലേ, മൃഗങ്ങളുടെ ഷേപ്പിൽ,
അങ്ങനെ അതൊക്കെ പ്ലാൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ നിസ്സാര പണിയല്ല, ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? പീകോക്ക് ആണെന്ന് പറയാനല്ല ഉദ്ദേശിച്ചത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അത് ഓരോ കോളേജ് ബേസിസിൽ ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നോക്കിക്കേ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് വെച്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? അത്രയും നല്ല ഭംഗിക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പോയിൻ്റാണ്. കാരണം അത്രയും ഫിനിഷിങ്ങിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ കുറച്ച് ഷോപ്സൊക്കെയാണ് ഇനി കാണുന്നത്. അതായത് നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ സെയിലിന് വേണ്ടിയിട്ടുണ്ടാവില്ലേ, ഫുഡ് ഐറ്റംസിൻ്റെ ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബുക്സ്, പിന്നെ ഈ ചെടികളുടെ വിത്തുകൾ, അങ്ങനത്തെയൊക്കെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നോക്ക്, അച്ചാറിൻ്റെ ഷോപ്പാട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും പ്രത്യേക ഷേപ്പിലൊരു അച്ചാർ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു കാശ്മീരി ചില്ലിയാണെന്ന്. എനിക്ക് വേഗം ടേസ്റ്റ് ചെയ്യാനൊക്കെ എടുത്ത് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പൊന്നി ചേട്ടാ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി കിട്ടും. അങ്ങനെ തന്നെ നേരെ അപ്പുറത്ത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ ചുമ്മാ വാക്വേയിലേക്ക് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. പക്ഷേ ഈ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ സൂര്യൻ നിന്ന് കത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് നടന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ നടക്കാമല്ലോ എന്ന് വിചാരിച്ച് നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ടൈം ആയിട്ട് പോലും. അങ്ങനെ അമ്മ വാട്ടർ മെട്രോ കയറിയിട്ടില്ല, എന്ന് അവിടേക്ക് പോകാമെന്ന് ചോദിച്ചാൽ അവിടേക്ക് പോയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട അമ്മ, തിരിച്ചു പോകാം, ഇന്ന് കേരളം നടക്കത്തില്ല എന്ന്. കാരണം അത്രയും ക്യൂ ആയിരുന്നു, പുറത്തൊക്കെ ഫുൾ ക്യൂ ആയിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ വെയിലത്ത് അറ്റം വരെ നടന്നു, മറൈൻ ഡ്രൈവിൻ്റെ അറ്റം വരെ പോയി. കുറച്ച് നേരം നിന്ന് ചുമ്മാ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നു. ഒരു ഈവനിങ് ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് ഒരു സൺസെറ്റും കാറ്റും ഒക്കെ കൊണ്ടിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. നട്ടുച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സൂര്യൻ അവിടെ നിന്ന് വേഗം പറഞ്ഞു വിടും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി KFC കഴിക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് KFC പ്രാന്താട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും KFC എന്ന്. പക്ഷേ എറണാകുളത്ത് നിന്ന് കഴിച്ച് ഇറങ്ങുമ്പോഴത്തേനും ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്കമാലിയിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എറണാകുളത്ത് നിന്ന് അങ്കമാലി വരെ KFC കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ അവിടെ അടുത്താണല്ലോ നമുക്ക് എയർപോർട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എന്നെ ആക്കിയിട്ട് അവർക്ക് അങ്ങ് തിരിച്ചു പോരാലോ. ഇനി നോ കമൻറ്റ്സ്. കാരണം ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കോൺസെൻട്രേഷനും ഫുഡ് കഴിക്കുക എന്നത് മാത്രമായിരിക്കും. അങ്ങനെ KFC കണ്ട ആവേശത്തിൽ ചാടി കയറി ഒരു കഷ്ണം എടുത്ത് കടിച്ചപ്പോൾ തന്നെ നല്ല ചൂടട്ടോ. പല്ലിന് എന്തോ പറ്റി. അത് അത്യാവശ്യം വലിയൊരു പീസ് ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഒരു ലെഗ് പീസ് എടുത്ത് നമ്മുടെ ഡിപ്പിൽ അങ്ങ് മുക്കിയെടുത്തൊരു കടി അങ്ങ് കടിച്ചു. വാവ്, സോ ടേസ്റ്റി. അങ്ങനെ നമ്മുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് ടൈമിൽ തന്നെ എത്താനൊക്കെ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുട്ടി വ്ലോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് എന്തെങ്കിലും ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് എൻ്റെ പോലൊരു രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.